ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന 1, 2, 3 വീഡിയോസൊക്കെ ഗോവയിലേക്ക് പോണ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മൾ ഗോവയ്ക്ക് പോണ ഓൺ ദ വേയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കണം. അപ്പോൾ ട്യൂസ്ഡേ നൈറ്റാണ് നമ്മൾ പോയത്, 12 മണിയൊക്കെ ആയപ്പോൾ. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് കയറിയതാണ്. ഇത് ബിഗ് മിശ്ര പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ കയറിയത്. ഞങ്ങളെല്ലാവരും കയറി നമുക്കിഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇഡ്ഡലി, ദോശ, അതുപോലെ പുലാവ്, പൂരി, അങ്ങനെ. ഞാൻ മസാല ദോശയാണ് കേട്ടോ വാങ്ങിയത്. എന്നും എൻ്റെ ഫേവറേറ്റ് അതാണല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ ആകാശമൊക്കെ ഇങ്ങനെ ഇത്തിരി ഇരുണ്ടും ഇത്തിരി തെളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. പകുതി വഴി എത്തിയപ്പോൾ തുടങ്ങിയ ഇങ്ങനെ മഴ, ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യും നിൽക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് ഇവരുടെ ഇതുപോലുള്ള ഓരോ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഏരിയ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വെച്ച് പിടിച്ചു. പിന്നെ ഗോവയിൽ എത്തിയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയത്. ഇതാ നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ്നപ്പായ ശേഷമാണ് നമ്മൾ ലഞ്ചിന് പോയത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായത് 12 o'clock അവിടെ ചെക്ക് ഇൻ ടൈം എന്നാണ്. അവിടെ ചെന്നപ്പോൾ അവർ റൂംസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഭാഗ്യത്തിന് ഞാനും പിന്നെ ഞങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഹാൾ, കിച്ചൺ, റൂം, ബാത്റൂം, ബാൽക്കണി ഒക്കെ ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പിലുള്ളതാണ്. അത് മാത്രം ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിക്കും ചെക്ക് ഇൻ ടൈം 2 o'clock ആണ്. നിങ്ങൾ നേരത്തെ വന്ന കാരണം കൊണ്ടാണ് ഇതൊന്നും ബാക്കിയുള്ളതൊന്നും ക്ലീൻ ആക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയ കാരണം നമ്മുടെ സാധനമൊക്കെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഹാൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹാളിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റാണ്, ഒന്നും പറയാനില്ല. 100 out of 100 എന്ന് പറയാം. പക്ഷേ ഈ റൂമിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇവർ നല്ല രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഭാഗമാണ് ഈ ഒരു ബിൽഡിങ്ങാണ് എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നിയത്. ബാക്കി ചേച്ചിയൊക്കെ താമസിക്കുന്ന അവിടെ പോയപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്റ്റേയേഴ്സൊക്കെ ഡെയിലി അങ്ങനെ അടിച്ചു വാരാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് പൊടിയും ഈ പ്രാവിൻ്റെ കാട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുക. നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് കുറേ ഇങ്ങനെ ബ്ലാക്ക് കളർ കവറില്ലേ, നമ്മൾ മറ്റേ ഡസ്റ്റ്ബിൻ കവേഴ്സ്, അതിലൊക്കെ നിറച്ച് സാധനങ്ങൾ കെട്ടിപ്പൊട്ടി ഇങ്ങനെ ഡംപ് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകെ പൊടിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടിയതായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് ഡേ ഒരാൾ വന്ന് ശരിയാക്കണ്ടായി. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒരുവിധം പഴക്കമുള്ളതാണ്. അതാണ് ഈ വൈറ്റ് കളർ ഇങ്ങനെ ഒരു മഞ്ഞ കളറും പായലൊക്കെ ഒന്ന് ഇതായ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ റൂമുകളൊക്കെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അതിനൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മളുടെ റൂമുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നന്നായിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് ഗോവയ്ക്ക് വന്നപ്പോൾ അത് നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് താമസിക്കാൻ കിട്ടിയത് ശരിക്കും ഒരു വീട് പോലെ തന്നെ, മുകളിലും താഴെയൊക്കെ റൂമായിട്ട്. അപ്പോൾ അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. നമ്മുടെ ഓപ്പോസിറ്റൊക്കെ ഒരു റൂമുണ്ട്, അത് അടഞ്ഞിങ്ങനെ കിടക്കണം, ആകെ പൊടി പിടിച്ച്. അതിൻ്റെ മുമ്പിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ കവർ ഇതൊക്കെ കിടക്കുന്നത് കണ്ടത്. അതെനിക്ക് തോന്നുന്നു സ്റ്റേ ചെയ്യാൻ കൊടുക്കണില്ല എന്ന് തോന്നുന്നു. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല, മറന്നുപോയി സത്യത്തിൽ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ഉറങ്ങി ഈ ലഞ്ചിന് പോയി വന്നിട്ട് ഒന്ന് ജസ്റ്റ് കിടന്ന്. പിന്നെ വിജേഷ് ഭയങ്കര ടയേർഡായിരുന്നു, അത് കാരണം കൊണ്ട് ഞങ്ങൾ പോകാൻ ലേറ്റായി. ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങളൊഴിച്ച് എല്ലാവരും ബീച്ചിലെത്തി, കളിയൊക്കെ തുടങ്ങി. അവർ സൺസെറ്റ് കാണാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജേഷിന് ഈ വണ്ടി ഇങ്ങനെ രാത്രി ഓടിച്ച് തീരെ ശീലമില്ലാത്ത. ബാക്കി 2 പേരും, അത് 2-3 കാറിലായിട്ടാണല്ലോ നമ്മൾ പോയത്. ബാക്കി 2 പേർക്കും അങ്ങനെ വലിയ ഒരു ടയേർഡൊന്നും ആവണ്ടായിരുന്നില്ല, അങ്ങനെ ഉറക്കം വരെ അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ നേരം കിടന്നപ്പോഴേക്കും അവരുടെ ക്ഷീണം മാറി. വിജേഷിന് പക്ഷെ പറ്റണ്ടായിരുന്നില്ല തീരെ, അതുകൊണ്ട് തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ എണീറ്റ് റെഡിയായി പോയപ്പോഴേക്കും ഇത്ര കേട്ടോ സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. സൺസെറ്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കൊക്കെ ഇടിവാളും മിന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ എത്തിയ സമയത്ത് ഗോവയിൽ സൈക്ലോൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ്ടായിരുന്നു. മഴ ചതിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ പ്ലാനുകളൊക്കെ പൊളിച്ചത് മഴയാണ്. കാരണം നമുക്ക് എവിടെയും ശരിക്കും ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ മഴ കാരണം. ഇതാ കണ്ട മഴ
ചാരി തുടങ്ങിയത്. ഇവിടെ സത്യത്തിൽ ഈ ഒരു ബീച്ചിലേക്ക് വരുന്ന വഴിയും അല്ലാണ്ടുള്ള വഴികളൊക്കെ കാണുമ്പോൾ വരുന്ന വഴിയും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും ഇത് ഗോവയാണെന്ന് തോന്നലുണ്ടായില്ല. നാട്ടിൽ നടക്കണ പോലെ ഒരു പ്രതീതിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതാ അവിടെ എത്തി. ഇവർ നനഞ്ഞ് കുളിച്ച് ബീച്ചിലൊക്കെ കളിച്ച് ടീ ഒക്കെ ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. നമ്മളും അതൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ സൺറൈസ് കാണാൻ വരണം, നേരത്തെ ന്യൂയോർക്കൊക്കെ കുറച്ച് മാറ്റി വെച്ച് എൻജോയ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചേച്ചിരുന്ന് പറയാൻ കേട്ടോ. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ഇട്ടിടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവും ഈ ഒരു വീഡിയോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവരൊക്കെ ഓൾറെഡി നനഞ്ഞിരിക്കുന്ന കാരണം ഇവിടെ റൂമിൽ ഇവിടെ എത്തിയപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ഒഴിച്ചു. പിന്നെ ആരവിനാണ് കേട്ടോ നീന്താൻ അറിയുന്നത്, ഗോകുലേട്ടനും നീന്തും. അപ്പോൾ അവർ അങ്ങനെ ഈ ഒരു പൂളിൽ അറമാദിക്കുണ്ട് കിടന്ന്. മോളെ ഇറക്കി, പിന്നെ അവളെ ഇവരുടെ കൂടെ നിർത്തിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. രാത്രിയിൽ നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്യുക ചെയ്ത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പാരൻസിൻ്റെ കൂടെ കുട്ടികളൊക്കെ വിട്ട് എൻ്റെ 2 ചിടുങ്ങളെയും അമ്മയുടെയും ഇവിടുത്തെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തൊക്കെ ആക്കി നമ്മൾ പുറത്തേക്ക് പോയി. കുറച്ച് പേര് മാത്രം പ്ലാൻ ചെയ്ത്. ഗോവയിൽ കാണാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പോയത് നോർത്ത് ഗോവയിലാണ്. പക്ഷേ ഈ ഒരു മഴ കാരണം നോർത്ത് ഗോവയുടെ പകുതി പോലും ശരിക്കും ഞങ്ങൾക്കൊന്നും നടന്ന് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ശരിക്കും ഈ ഗോവ എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല കേട്ടോ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടൂറിസ്റ്റുകൾക്ക് ഇത്രയ്ക്കും ഒരു അട്രാക്ഷൻ ഈ ഒരു ഗോവയോടെന്നുള്ളത് നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി രാത്രി ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു പ്ലേസ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ലൈഫ് ഇൻ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയത് ബാഗ ബീച്ച് സൈഡിലാണ് കേട്ടോ. അവിടെയുള്ളൊരു സ്ട്രീറ്റിലാണ് പോയത്. ശരിക്കും ഈ ഒരു പ്ലേസിൽ പോയപ്പോഴാണ് ആ ഗോവയിൽ എത്തിയ ഒരു വൈബ് നമുക്ക് തോന്നി തുടങ്ങിയത്. പബ്ബും ഗാംബ്ലിംഗ് പ്ലേസസും കൊണ്ട് ഫുൾ ഓൺ ആണ് ഇവിടെ. കുറച്ച് പോയ ബാഗ ബീച്ചും ഷാക്കുകളൊക്കെ കാണാം. പാതിരാത്രി ആയാലും ഗോവ എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.